ഈശ്വര. ഞാൻ നിന്നെ തിരക്ക് നടക്കല്ലായിരുന്നു. താഴെയാണാ നീ വന്നേ. എന്താ നീ ഇതോടെ പോവുക? ഞാനാ ഭാര്യ തിരക്ക് പോവാ. പിന്നെ ഇതാരാ നിന്റെ തന്തയാ? അയ്യോ ചേട്ടനായിരുന്നോ? മൂക്കിനെന്ത് പറ്റി? നീര് വെച്ചിരിക്കുന്നു. അതെ, കാറ്റുപോത് കുത്തിയതാ. ദേഹമാസകലം നീര് വരാതിരിക്കാനാ ഞാൻ ഇത് വെച്ചോണ്ട് തിരക്കണത്. ആ ശശാങ്കനും കൂട്ടരും എന്നെ തേടി നടക്കുക. അവന്മാരുടെ കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ തീരെ ഗർഭവാസം പറഞ്ഞിട്ടെന്താ കാര്യം? ആശുപത്രി കിടക്കുക. പോണത് കണ്ടില്ലേ? അവന്മാരുടെ കൈ പെടുന്നതിന് മുമ്പ് ഒരു 15 സെന്റ് സ്ഥലം വിട്ട് കൂത്തരങ്ങിന്റെ പണി തുടങ്ങണം. ഇല്ലേ കൈയും കാണുകയല്ലേ കാലും കാണുകയല്ലേ. ചേട്ടൻ എന്തിനാ പേടിക്കണേ? പാർട്ടി റെഡി ക്യാഷ് ആയിട്ടാ വന്നിരിക്കുന്നത്. റെഡി ക്യാഷ് കിട്ടുമോ? കിട്ടും. എന്റെ ദേവി, എന്നാ സമയങ്ങളെ വാ. ഇതാ മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം. അയ്യോ ഈശ്വര, പിന്നെ ഇയാളാ? ഞാനിത് മുഴുവനങ്ങ് വാങ്ങിച്ചേക്കാം. എന്താ വന്നേ? ഇതാണോ ആള്? അതെ, ബെസ്റ്റ് പാർട്ടിയാ. പക്ഷെ എന്റെ കമ്മീഷൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തരണം. പിന്നെന്താ, ഇപ്പൊ തന്നെ നന്നാക്കാം. ഇത് അഡ്വാൻസ്, ബാക്കി പിന്നെ. എന്താ ഇതൊക്കെ? താനെന്താ വല്ല സർക്കസിനും വരുവാണോ? സർക്കസിലേക്ക് പോവുക. വേണമെങ്കിൽ താനും കൂടെ പോരെ. നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് തമാശകൾ കാണിക്കാം. അയ്യേ, ഞാൻ വാരൊന്നുമല്ല. എന്റെ പേര് ജോസഫ് എന്ന് പറ്റുവാ. ഞാനേ സർക്കസിലെ ജോക്കറാ. ഞാൻ ഇടിച്ച് ഇതേ ഷേപ്പിലാക്കി തരാം. മേനാൽ ഇത് വെക്കേണ്ടി വരില്ല. കാര്യം പറയട്ടെ. എടോ, താൻ 5 ലക്ഷം രൂപ ഈ നിൽക്കുന്ന നമ്പ്യാര കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തതിന്റെ രസീതല്ലേ ഇത്? എന്റെ അമ്മയാണ് സത്യം. ഒരു പൈസ പോലും ഈ മനുഷ്യൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. എന്റെ അളിയൻ ശിവരാമൻ 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതാ. അതിന്റെ രസീത് ഞാനും കണ്ടതാ. ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇടി തുടരട്ടെ. ഒരു മെഗാ സീരിയൽ പോലെ ഇടി. ഒരിക്കലും അവസാനിക്കരുത്. ഇടയ്ക്ക് പരസ്യം പോലും പാടില്ല. എടാ പോഴന്മാരെ, ഇയാള് നമ്പ്യാരല്ല, നമ്പരില്ലാത്തവനാ. ഒരുപാട് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉടമയായിരുന്നു. അത് പണ്ട്. ഇപ്പൊ ഇയൊന്നുമില്ല. പാപ്പരാ. എടോ, താൻ ഒരുത്തം കാരണം കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ വീട് പോലും കണ്ടിട്ടില്ല. എല്ലാം നശിച്ചു. ഇയാളുടെ വീടും പറമ്പും ഒക്കെ പോയി. ഇയാള് കാരണം ഇപ്പൊ എന്റെ വീടും പറമ്പും വിൽക്കാൻ പോവുക. ഈ പ്രശ്നത്തിലൊക്കെ കാരണം താനാണ്. താൻ തലേ കിഴിയും വെച്ച് നടക്കുന്ന ഭ്രാന്തനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിടറോ, പോകാനൊരു ഇടവില്ലാതെ ഗതികെട്ട അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടക്കുക. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല ആശുപത്രിയിൽ പോയി കിടക്കണോ? എന്താ സംഭവിച്ചത്? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അച്ഛനൊന്ന് ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. ജീവൻ ഇപ്പോഴും ബാക്കിയുണ്ട്. പറയടാ, എവിടെ എന്റെ മകൾ? ഇനിയും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊത്തി നുറുക്കും. പറയടാ. എല്ലാ സത്യവും ഞാൻ പറഞ്ഞല്ലോ. അവന്മാരുടെ അഡ്രസ്സും തന്നില്ലേ. പിന്നെ എന്തിനാ തല്ലുന്നേ? ബസ് സ്റ്റാൻഡ്, ലൈൻ വീട്, നീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ അവരില്ല. ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ കണ്ടുപിടിക്കും.
എന്തിനാ ഇനിയും ഞങ്ങളൊക്കെ എങ്ങനെ പരീക്ഷിക്കുന്നത്? താങ്ങാവുന്നതിനും ഒക്കെ അപ്പുറമായി. നിങ്ങളുടെ മകന്റെ മനസ്സെങ്കിലും നിങ്ങൾക്കൊന്ന് കാണാമായിരുന്നില്ലേ? ഈ ചെറുപ്രായത്തിനിടയ്ക്ക് അവൻ അച്ഛനു വേണ്ടി അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഒന്നും ഓർക്കായിരുന്നില്ലേ? ചന്ദ്രു അച്ഛനെ സ്നേഹിക്കുന്നത് പോലെ ഒരു മകനും ഒരച്ഛനെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല സർ. എന്റെ മോൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? പറയടാ, ഇനി അച്ഛൻ എങ്ങനെ ജീവിക്കണ്ടേ? ഒരു കോമാളിയായിട്ടോ അതോ ഭ്രാന്തനായിട്ടോ? എന്തിനാടാ എന്നെ കോമാളി വേഷം കെട്ടിച്ച് നാട് മുഴുവൻ കൊണ്ടു നടന്നത്? പറയടാ, പറ. അതൊന്നും എനിക്കറിയില്ല അച്ഛ. എനിക്ക് എന്റെ അച്ഛനെ വേണമായിരുന്നു. അത് മാത്രമേ എനിക്കറിയൂ. ആ പഴയ ഇഷ്ടം നിനക്ക് അച്ഛനോട് ഇപ്പോഴും ഉണ്ടോ? പറയടാ, ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ അച്ഛനെ ചാകാൻ അനുവദിക്കുക, ചാകാൻ അനുവദിക്കുക. ചന്ദ്രു, സാരമില്ലടോ. എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോവാൻ ഇത്രയധികം ആൾക്കാർ നടക്കുന്നത്? എന്നെ പിടിച്ചു കൊടുത്താ അത്രയ്ക്ക് പണം കിട്ടുമോ? എന്റെ ഏട്ടന്മാർക്ക് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ള പണം കിട്ടുമോ? ചന്ദ്രുവിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള പണം കിട്ടുമോ? കിട്ടും. എങ്കിൽ എന്നെ വന്ന് പിടിച്ചോണ്ട് പൊക്കോളാൻ അവരോട് പറ. സ്നേഹം എന്ന് പറഞ്ഞ ഒരുമിച്ച് ജീവിക്കുന്ന മാത്രമല്ലല്ലോ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവര് ചിലപ്പോ ഒരുമിച്ച് മരിക്കാറില്ലേ? അതും സ്നേഹമല്ലേ? എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ. ഏയ്, മിണ്ടരുത്. തിരുവായ്ക്ക് എതിർവായില്ല. ഞാൻ ആരാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? രാജകുമാരിയാ. ഞാനൊന്ന് അവിടെ പോയിട്ട് ആ നാടൊക്കെ ഒന്ന് ഭരിക്കട്ടെ. എന്നിട്ട് നിങ്ങളെയൊക്കെ കാണാനൊരു വരവുണ്ട്. വരുന്നത് എന്തിലാന്നറിയോ? പല്ലക്കില്. നീ വിഷമിക്കണ്ടടാ. ഇനി ഒരു കാര്യത്തിലും ആരും പേടിക്കണ്ട. എന്താ കാര്യം? അജയ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പോ, അറിഞ്ഞോ? വിജയൻ അന്തം വിട്ടിരിക്കുന്നു. ആ എടാ പങ്കൻ. എന്നാ പങ്കൻ, നീ ഇന്നു മുതല് പേന പങ്കനല്ല, നമ്മുടെ കമ്പനിയുടെ മെയിൻ സൂപ്പർവൈസറാ. വീണ്ടും കയ്യിൽ നിന്ന് പോയോടാ ചന്ദ്രു? എന്തുവാടാ ഇടയ്ക്ക് പിറുപിറുക്കുന്നത്? നീ ചോദിച്ചൊക്കെ എനിക്ക് മനസ്സിലായി.
എനിക്ക് വീണ്ടും പഴയ തുടങ്ങിയോന്ന്. അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. നിങ്ങളുടെയൊക്കെ മനസ്സ് ഈശ്വരൻ കണ്ടു മക്കളെ. ഈശ്വരൻ മനുഷ്യരൂപത്തിൽ എന്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തുറക്കാൻ പോകുന്നു. അദ്ദേഹം വന്നിട്ടുണ്ട്. നിന്നെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം. യെസ് മിസ്റ്റർ റെഡ്ഡി. നമസ്കാരം മക്കളെ. എന്താടാ അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? നമസ്കാരം പറടാ. നമസ്കാരം. ഇവൾ എന്റെ മകൾ മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ റാണിയാണ്. ഒരു ജനതയുടെ മുഴുവൻ ദൈവമാണ്. എനിക്ക് ഇവളെ കൊണ്ടുപോയേ പറ്റൂ. ആരും തടുക്കരുത്. നീ ആവശ്യപ്പെടാതെ തന്നെ നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി. ഇനി നിന്റെ വാക്ക് നീ പാലിക്കണം. എന്റെ മകളെ തിരിച്ചു തന്നേക്കണം. ഇനി എന്റെ മകൾക്ക് വേണ്ടി ആരെങ്കിലും വാശി പിടിച്ചാൽ ഇനി അവൾക്ക് വേണ്ടി ആരും വാശി പിടിക്കില്ല. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. പക്ഷേ അവൾ ഇനി ഒരിക്കലും സന്തോഷിക്കില്ല. അവളുടെ ശരീരം മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. മനസ്സിവിടെയാ. അത് കൊണ്ടുപോകാൻ സാധിക്കില്ല നിങ്ങൾക്ക്. സാധിക്കും. ഇന്ദർരാജ റെഡ്ഡിക്ക് എന്തും സാധിക്കും. അവരെപ്പെത്തുന്നാ പറഞ്ഞത്? രാവിലെ. മോൾക്ക് പോകാനുള്ള വണ്ടിയെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? അതൊക്കെ അവർ കൊണ്ടുവന്നോളൂ. വിജയ, ചേട്ടാ, എടാ വിജയ, ചേട്ടാ, മോക്ക് കൊടുക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചോടാ. വേഗം എടുത്തു വെക്കടാ. വിജി, മോളെ വിജി. മാഷിവിടെ ഉണ്ടായിരുന്നല്ലേ? കണ്ടില്ല, കണ്ണില്ലല്ലോ. പിന്നെങ്ങനെ കാണുന്നു? മാഷിങ് വന്നേ. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് മാഷെ. മാഷ അത് സാധിച്ചു തരുമോ? പറ, സാധിച്ചു തരുമോ? എന്താണെങ്കിലും ഏട്ടൻ പറഞ്ഞു. ഞങ്ങളുടെ പൊന്നുമോള് പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണോടാ. ഒരു നോക്ക് എന്റെ മോളെ എനിക്കൊന്ന് കാണണം മാഷേ.
ഞാനല്ല, റാണിയാ, ദേവിയാ. ഏട്ടനത് ഓർത്തില്ല. സോറി സോറി, മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. സാരില്ല സാറേ, സാരില്ല. നിങ്ങളിൽ നിന്ന് ഇവളെ പറിച്ചെടുത്ത് എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണെന്ന് കരുതരുത്. 17 കൊല്ലം എന്റെ മകളെ പൊന്നുപോലെ നോക്കിയ നിങ്ങളോട് ഒരായുസ് മുഴുവനും പറഞ്ഞാലും തീരാത്ത കണക്കുകളുണ്ട്. നിങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇവരുടെ ശരീരം മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ, മനസ്സ് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന്. എനിക്കത് മനസ്സിലായി. ഇപ്പോൾ രാജകുടുംബത്തിലെ ചടങ്ങുകൾ നടത്താൻ, രാജാവിന്റെ കടമ നിറവേറ്റാൻ ഇവരുടെ സാന്നിധ്യം മാത്രം മതി. പിന്നെ എന്റെ മോളെയും കൂട്ടി ഞാൻ വരും. ഇവളുടെ മനസ്സും കൂടി കൊണ്ടുപോകാൻ. വിജയ ചേട്ടാ.